പുത്തൻപുലരിയുടെ ആദ്യത്തെ 37 മിനിറ്റുകൾ നമ്മൾ സന്നിധാനത്തായിരുന്നു, എരുമേലിയിലായിരുന്നു, നിലയ്ക്കലിലായിരുന്നു. അവിടുത്തെ സൗകര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഭക്തർ എത്രമാത്രം ഒഴുകിയെത്തുന്നു എന്നതിൻ്റെ സൂചനകളിലേക്ക് പോവുകയായിരുന്നു. ഇനി നമുക്ക് കൽപ്പാത്തിയിലേക്ക് പോകാം. കൽപ്പാത്തി രഥോത്സവം ദേവരഥ സംഗമം ഇന്നാണ്. രാവിലെ 10:30-നും 11-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ സ്വാമിയുടെ രഥം പ്രയാണം ആരംഭിക്കും. 10:50-നും 11:45-നും ഇടയ്ക്ക് ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും പ്രയാണം തുടങ്ങും. തുടർന്ന് അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുന്ന 5 രഥങ്ങൾ വൈകിട്ട് 6 മണിയോടെ തേരുമുട്ടിയിൽ സംഗമിക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുണിൻ്റെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ട്. കാരണം കൽപ്പാത്തി രഥോത്സവമാണ്, കാത്തിരുന്നു വരുന്ന ഒരു സംഗമ ദിവസമാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമമാണ് നടക്കാൻ പോകുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ദേവരഥ സംഗമം നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മന്തക്കര മഹാഗണപതിയുടെ രഥം തേരുമുട്ടിയിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെയാണ് 10:30-നും 11 മണിക്കും ഇടയിലാണ് ലക്ഷ്മി നാരായണ പെരുമാൾ, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥാരോഹണവും തുടർന്ന് രഥപ്രയാണവും ആരംഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്നുള്ളത്. ആദ്യം രാവിലെ ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമിയുടെ രഥം അഗ്രഹാര വീഥികളിലേക്ക് എത്തും. 10:50-നും 11:45-നും ഇടയ്ക്ക് ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥം കൂടെ അഗ്രഹാര വീഥികളിലേക്ക് എത്തുന്നതോടുകൂടെ എല്ലാ രഥങ്ങളും, എല്ലാ ദേവീദേവന്മാരുടെ രഥങ്ങളും അഗ്രഹാര വീഥിയിലേക്ക് എത്തും. തുടർന്ന് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ആ സമയത്താണ് ഈ ദേവരഥങ്ങളെല്ലാം ഇങ്ങനെ അഗ്രഹാര വീഥികളിലൂടെ ഉരുണ്ട് നീങ്ങി അങ്ങനെ അവസാനം ആ രഥം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ തേരുമുട്ടിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തേരുമുട്ടിയിൽ വൈകുന്നേരം 6 മണിയോടുകൂടെ ഈ 5 രഥങ്ങൾ ഒരുമിച്ചെത്തുന്ന ആ നിമിഷം കാണുന്നതിന് വേണ്ടി ഒരുപാട് വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതാണ്. കാരണം ആ നിമിഷം കാണുക എന്നുള്ളത്, ഒരുപാട് ഭഗവാന്മാരെ, ദേവതകളെ ഒരുമിച്ച് ദർശിക്കുക എന്നുള്ളത് വളരെ പുണ്യമായിട്ടാണ് വിശ്വാസികൾ എല്ലാവരും കരുതുന്നത് എന്നുള്ളതാണ്. ഏതായാലും വർഷത്തിൽ 363 ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ദേവീദേവന്മാരെ വണങ്ങാറ് എങ്കിൽ ഈ കൽപ്പാത്തിയിൽ രഥോത്സവ ദിവസങ്ങളിൽ ആ ഓരോ ദേവതകളും തങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും നമുക്ക് നമ്മുടെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട്. BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ, അദ്ദേഹം കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വലിയ ഒരു ആവേശത്തിലാണല്ലേ? ഫുള്ളൊരു മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണത്തെ രഥോത്സവത്തിന് പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും പ്രധാന ദിവസമായി ഇന്ന് ഒരു ഞായറാഴ്ച കൂടെ ആയതോടുകൂടി ധാരാളം ആളുകൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചു. സാധാരണ ഈ വർക്കിംഗ് ഡേയ്സിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട്. രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ആൾത്തിരക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സന്തോഷം ഇത്രയും ആളുകളോടൊപ്പം രഥോത്സവത്തിൻ്റെ ഭാഗമാകുവാൻ ഓരോ വർഷവും ഇത്തരത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടോ? രഥോത്സവത്തോടനുബന്ധിച്ച് റോഡായാണ് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. മാസങ്ങളുടെ പ്ലാനിംഗ് ആണ്. ഇവിടുത്തെ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ എല്ലാ കടകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൽപ്പാത്തിയുടെ പരമാവധി പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനോടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പ്രശാന്ത് ശിവൻ്റെ ഈ രഥോത്സവ ഓർമ്മകൾ എന്താണ്? കാരണം കൽപ്പാത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ അല്ലേ വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ആ ഒരു രഥോത്സവത്തിൻ്റെ ഓർമ്മകൾ? രഥോത്സവം എന്ന് പറയുന്ന സമയത്ത് തന്നെ മനസ്സിനകത്ത് ഓർമ്മ വരുന്നത് കുട്ടിക്കാലം തന്നെയാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടുകാരോടൊപ്പം കൽപ്പാത്തിയിലോട്ട് വരുന്നു. കൽപ്പാത്തിയിൽ അതിരാവിലെ, അന്ന് പണ്ട് സമയങ്ങളിൽ വരുന്നു, അതിരാവിലെ എത്തി കൽപ്പാത്തിയിൽ വന്നിട്ടുള്ള കൽപ്പാത്തി പുഴയിലെ കുളി എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് നേരെ അമ്പലം തൊഴുത് വീട്ടുകാരോടൊപ്പം ഇവിടുത്തെ തേർക്കാഴ്ചകൾ കണ്ട് തേർക്കടയിൽ നിന്ന് നമ്മൾ പറയാറുണ്ട്, പണ്ട് കാലഘട്ടങ്ങളിൽ തേർക്കാറ്റ് തുടങ്ങി എന്ന് പറയും. ഈ സമയത്തുള്ള ഈ നവംബർ ഡിസംബർ മാസം മുതലുള്ള ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു രാവിലെ നേരത്തെ വരുന്നതും ഈ അഗ്രഹാര വീഥികളിലൂടെയുള്ള നടത്തും. ഇവിടെ നിന്ന് കടകളിൽ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ളത്, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ സ്റ്റോളുകളാണെങ്കിലും കുടിവെള്ള വിതരണമാണെങ്കിലും, അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വരുന്ന ആളുകളോടൊപ്പം ഇവിടെ ഒരു ഈ രഥോത്സവത്തിൻ്റെ
ലഹരിയിൽ ഒരു ആനന്ദത്തിൽ ആ ഒരു വൈബിൽ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തെവിടെയാണെങ്കിലും ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയത്ത് ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത് തന്നെ അവരൊരു പോസിറ്റീവ് ഫീലായിട്ടാണ് എടുക്കുന്നത്. കാരണം ഈ ദിവസങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ പുറത്ത് തീരെ എത്താൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കും ആ ദിവസങ്ങൾ കടന്നു പോകുമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ തുടക്ക ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എല്ലാം വരുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ കാണുന്ന സമയത്തും എവിടെയാണേലും വണ്ടി പിടിച്ച് ഉടനടി കൽപ്പാത്തിയിലെത്ത് എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കൽപ്പാത്തി കുറച്ചുകൂടെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയി. കാരണം റീൽസുകളിലൂടെയും മറ്റുമൊക്കെ കൊല്ലങ്കോടും കൽപ്പാത്തിയാണ് ഇപ്പോൾ പാലക്കാട്ടിലെ പ്രധാന ആകർഷണം അല്ലേ? അതായത് ഇവിടെ വർഷങ്ങളായിട്ട് നടന്നിരുന്ന ആചാരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ഈ വിശേഷങ്ങളെല്ലാം ധാരാളം ആളുകളിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അതിലെ നവമാധ്യമങ്ങളുടെ ഉപയോഗം നമ്മൾ കൂടുതൽ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ആർക്കെങ്കിലും എത്താനായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു കൽപ്പാത്തിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുവാനും തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അത് കണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രഥോത്സവത്തിൻ്റെ ഈ രഥോത്സവം തുടങ്ങുന്നതിന് മുന്നേയുള്ള ഒരുക്കങ്ങൾ മുതൽ തുടങ്ങി ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണിത്. രഥോത്സവം നടക്കുന്ന ദിവസങ്ങൾ, രഥോത്സവത്തിന് ശേഷമുള്ള ദിവസങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമുക്ക് ഇതെടുത്ത് നമുക്ക് റിവൈൻഡ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം പകർത്താനായിട്ട് സാധിക്കുന്നു. നമ്മുടെ മനസ്സിനകത്ത് മാത്രം പകർത്തി വെച്ചിരുന്ന ഓർമ്മകൾ ഇന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ ടെക്നോളജി തരുന്ന ഏറ്റവും വലിയ ഉപകാരമായിട്ടാണ് കരുതുന്നത്. ഈ പണ്ട് ഇവിടേക്ക് വേണ്ട ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങളാണെങ്കിലും മറ്റ് സാമഗ്രികളാണെങ്കിലും എല്ലാം കൽപ്പാത്തിയിൽ ഈ തേരിനാണ് വാങ്ങുക, അങ്ങനെ ഒരു ഇതില്ലേ? ഈ പണ്ട് പറയാറുണ്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഈ കൽപ്പാത്തി രഥോത്സവത്തിന് വന്നാൽ കിട്ടുന്നുള്ളത്. വീട്ടിലോട്ട് ആവശ്യമായ പാത്രങ്ങളാണെങ്കിൽ ശരി, ഷോക്കേസിൽ വെക്കുന്ന പീസുകളാണെങ്കിലും ശരി, കുട്ടികൾക്കുള്ള ടോയ്സ് ആണെങ്കിലും ശരി, ഈ കൽപ്പാത്തിയുടെ പ്രത്യേകത 2-3 പ്രത്യേകതയുണ്ട്. ഒന്ന്, തൃക്കാർത്തിക, അടുത്ത മാസം വരുന്ന തൃക്കാർത്തികയ്ക്ക് ആവശ്യമായ വിളക്കുകൾ ഈ കൽപ്പാത്തിയിൽ നിന്ന് വന്ന് കൽപ്പാത്തി തേരെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് തൃക്കാർത്തിക വിളക്കുകളുമായിട്ട് പോകാറുണ്ട്. അതോടൊപ്പം ഈ കൽപ്പാത്തിയുടെ ഓർമ്മ തുടിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ചൈന ബോൾ, അതല്ലേ പറയുക, ചൈന പന്ത്. അത് ഒരു കൽപ്പാത്തിയുടെ ഒരു ഓർമ്മ തുടിക്കുന്ന ആ ഒരു മാത്രം കിട്ടുന്നതാണ്. ആ ഒരു ബോൾ കണ്ടാൽ ഇവിടെയുള്ള ഏതൊരാൾക്കും ഓർമ്മ വരുന്നത് കൽപ്പാത്തിയാണ് ഈ ചൈന പന്ത് കാണുന്ന സമയത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൽപ്പാത്തിയുടെ പ്രതീതി ഉണർത്തുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ തൃക്കാർത്തിക വിളക്ക്, ചൈന പന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൽപ്പാത്തിയിൽ മാത്രം പാലക്കാട്ടുകാർ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. പിന്നെ അതോടൊപ്പം പണ്ട് കാലഘട്ടങ്ങളിൽ ഈ ചാത്തപ്പുരം മുതൽ ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിൽ മുഴുവൻ വൈകുന്നേരം ആവുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ട് ജൗമിഠായി, അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മുടെ കാര്യങ്ങൾ ഇന്ന് അതൊക്കെ ആളുകൾ അത്തരത്തിൽ കുറഞ്ഞു പോയി. സ്വാഭാവികമായിട്ട് കാലഘട്ടം വളരുന്നതനുസരിച്ച് മണ്ണെണ്ണ വിളക്കുകൾ ലൈറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ആ കാഴ്ചകളൊക്കെ വലിയൊരു ഓർമ്മകളായിട്ട് ഇന്ന് നിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ട് കാര്യം തെരഞ്ഞെടുപ്പാണ്, നല്ല തിരക്കിലാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? നഗരസഭയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ ഉടൻ ഉണ്ടാവുമോ? നിങ്ങൾ കുഴക്കുന്ന ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എല്ലാ തവണയും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ട് വരുന്ന ഈ രഥോത്സവത്തിനിടയിൽ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും ഞങ്ങളെല്ലാവരും രഥോത്സവത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ തവണത്തെ രഥോത്സവത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഈ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അതോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഏതാനും മണിക്കൂറുകളെന്ന് വേണമെങ്കിൽ പറയാം, വളരെ ഉടനടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. സ്ഥാനാർത്ഥികളുടെ എല്ലാ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. ഉടനടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ നന്ദി. ഈ ഒരു രഥോത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും. ഒപ്പം നമുക്കിപ്പോൾ ഏതായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇങ്ങനെ കൽപ്പാത്തിയിൽ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഒരു പിന്നണി ഗായിക കൂടെ, ശ്രുതി, അവരുകൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആ ഒരു വലിയ രാവിലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്? അതെ, വളരെ എന്താ പറയുക, ഒരുപാട് തിരക്കുണ്ട്, നല്ല ഒരു ആംബിയൻസിൽ നിൽക്കുകയാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ കൽപ്പാത്തി രഥോത്സവ ദിവസം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഏത് പാട്ടാണെന്ന് പാടാൻ പറ്റും? ഞാൻ ഒരു ക്ലാസിക്കൽ ഒരു 4 വരി പാടാം. എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെതായ ചെറിയ ഇതുണ്ടാവും. അപ്പോൾ എല്ലാവരും അത്
ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത നിജ ഗുഹ നിഹിത നിതാന്താനന്ദ നിജ ഗുഹ നിഹിത നിതാന്താനന്ദ ആനന്ദ അതിശയ അക്ഷയലിംഗ ആനന്ദ അതിശയ അക്ഷയലിംഗ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. വളരെ നന്ദി. നമുക്ക് ആ വിശാലാക്ഷി സമയത്ത് വിശ്വനാഥിന് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ശിവഭക്തി ഗാനം. ഏതായാലും കൽപ്പാത്തിയിൽ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾ സംഗീതജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രധാനപ്പെട്ടല്ലേ? കാരണം ഒരുപാട് ഈ കൽപ്പാത്തി രഥോത്സവത്തിന് സംഗീതമായിട്ട് വളരെ ബന്ധമുണ്ടല്ലോ. അതെ അതെ, ഒരുപാട് സംഗീതജ്ഞർ ഉള്ള സ്ഥലമാണ്, വലിയ വലിയ സംഗീതജ്ഞർ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ നാഷണൽ മ്യൂസിക് എപ്പോഴും എല്ലാ വർഷവും കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അതിലെനിക്ക് പാടാനും ഇത്തവണ പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ഇത്തവണത്തെ രഥോത്സവത്തിന് അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ നന്ദി. എല്ലാവിധ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആശംസകൾ. ഏതായാലും കൽപ്പാത്തിയിൽ അങ്ങനെ സംഗീതവും അതുപോലെ തന്നെ ആളുകളുടെ വലിയ തിരക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. പല ദിക്കുകളിൽ നിന്ന് പല നാടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ വരുന്നു. നമുക്ക് കുഴൽമന്നൻ രാമകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ, തബല വിദ്വാൻ, അദ്ദേഹം കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മൃദംഗ വിദ്വാൻ അദ്ദേഹം ചേരുന്നുണ്ട്. എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവത്തിന് നിങ്ങൾ സംഗീതജ്ഞരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടെയല്ലേ കൽപ്പാത്തി? കൽപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. കാരണം കലയും സംസ്കാരവും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു അഗ്രഹാര വീഥികളാണ്. അപ്പോൾ പാലക്കാട് ഒരുപാട് അഗ്രഹാരങ്ങളുണ്ടെങ്കിലും ഇത്രയും ജനസാന്ദ്രതയേറിയ ഒരു ആഘോഷം നടക്കുന്ന മറ്റൊരു ഒരു കല അല്ലെങ്കിൽ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹോത്സവം വേറെ ഒന്നില്ല. അതാണ് രഥോത്സവം. മൃദംഗത്തിൽ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ നേടിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ഇത് ഒന്ന് വായിക്കാൻ. ഞാനിവിടെ ഇപ്പം എന്താ വെച്ചാൽ ഈ ഒരു ഉപകരണം ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് ശ്രീമൃദു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വാർത്ത ഉൾപ്പെടെ ജനം ടി വിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ലാതെ. മൃദംഗമാണെങ്കിൽ ഇരുന്നുകൊണ്ട് വായിക്കണം. അതെ അതെ അതെ, ഒരു ചെറിയൊരു പീസ് വായിക്കാം. ഓക്കെ. രഥോത്സവത്തിന്റെ എല്ലാ ആവേശത്തിലേക്കും കിടക്കുകയാണല്ലേ? ആവേശം എന്നും ഉണ്ട്. ചെറുപ്പം മുതലേ ഈ രഥോത്സവം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയിലുണ്ടാക്കുന്ന ആവേശം എനിക്കും ഉണ്ടാവാറുണ്ട്. സംഗീതോത്സവമൊക്കെ നടത്തുന്ന ഒരു അഗ്രഹാരം കൂടിയാണ്. അതുകൊണ്ട് നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച, അതുപോലെ ഇനി വരുന്ന തലമുറയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രഹാര വീഥികളാണ് കൽപ്പാത്തിയിലത്. എല്ലാ ആശംസകളും. താങ്ക് യു.